അമേരിക്കൻ ഇലക്ഷനിൽ ആര് ജയിക്കും? ഇപ്പം ഈ ചോദ്യത്തിന് അമേരിക്കയിൽ വലിയ പ്രസക്തിയില്ല. കാരണം ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ആ ഷൂട്ട് ഔട്ട്, അസാസിനേഷനുള്ള അറ്റംപ്റ്റ്, അതേപോലെ പല റീസൺസും കയറി വന്ന് ട്രംപായിരിക്കും ജയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെറുപ്പക്കാരനായ ഒരു മേറ്റ്, അതായത് വൈസ് പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പിക്ക് ചെയ്തു. അവിടെയും പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി JD വാൻസിൻ്റെ ഭാര്യ ആന്ധ്രാപ്രദേശുകാരിയാണ്, ഉഷ എന്നാണ് അവരുടെ പേര്. ഇനിയും ചില പോയിൻ്റുകളുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപിന് അമേരിക്കയിൽ വിജയസാധ്യത കൂടുതലുള്ളത്? ഇതാണൊരു പോയിൻ്റ്, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ വലിയ കലാപവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി. വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണ് ഉണ്ടായത്. അതായത് ഇസ്രായേലിൻ്റെ അമേരിക്കൻ പോളിസി മാറ്റണം, അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഈ ഇസ്രായേലുമായിട്ടുള്ള വാറ്, ഗാസയുടെ വാറ് നിൽക്കുവാൻ സാധിക്കും. അതുപോലെ വാറിനൊരു സീസ് ഫെയർ ഉണ്ടാക്കുവാൻ അമേരിക്കയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരുന്നു കൂടുതലും യൂണിവേഴ്സിറ്റിയിൽ വന്ന് പ്രശ്നമുണ്ടായി. അപ്പോൾ അതോടുകൂടി ഒരു സംഭവം ഉണ്ടായി. കാരണം ട്രംപിൻ്റെ പോളിസി ഇസ്രായേലുമായിട്ട് വളരെ പ്രോ ഇസ്രായേലി പോളിസിയാണ്. ട്രംപിന് ഇറാനെ അറ്റാക്ക് ചെയ്യണം, ഗാസയെ അറ്റാക്ക് ചെയ്യണം. കാരണം പൂർണ്ണമായിട്ടും ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ട്, ഇസ്രായേലിലുള്ള ജനങ്ങളെ, ജൂയിഷ് കമ്മ്യൂണിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന കൺസർവേറ്റീവ് വിഭാഗമാണ് ട്രംപിൻ്റെ പാർട്ടിയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി. എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അപ്പം ഞാനിപ്പോൾ പല യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസുമായിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നൊരു പോയിൻ്റുണ്ട്. അത് വളരെ കറക്റ്റായ പോയിൻ്റാണ്. അതായത് ഹമാസ് അറ്റാക്ക് ചെയ്ത് ഏകദേശം 1200ഓളം പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പം ഈ ഇസ്രായേലിൽ നടക്കുന്നൊരു പ്രതിഷേധമുണ്ട്. അതാരും കാണാതെ പോകരുത്. ആ പ്രതിഷേധം ഇന്ത്യക്കാർ നമ്മളും കാണാതെ പോകരുത്. അവിടെ നടക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് സീസ് ഫയർ ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, ആളുകളെ കൊല്ലുന്നത് നിർത്തണം, തിരിച്ചടിക്കണം, അവരെ പിടിക്കണം. പക്ഷേ എല്ലായിടത്തും കൊണ്ടുപോയി ബോംബിടുന്നതിനെയാണ് അമേരിക്കയിലുള്ള സ്റ്റുഡൻസ്, അതായത് പ്രത്യേകിച്ച് ഈ പാലസ്തീനിൽ നിന്ന് വന്നവരും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന പല സ്റ്റുഡൻസും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും, പിന്നെ ഒരു വലിയൊരു ശതമാനം അമേരിക്കയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, പൊതുവെ ഇവിടുത്തെ ഒറിജിൻസ് അല്ല, മറ്റുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അതിനിടയ്ക്ക് അതിന് സെമറ്റിസം ഈ രീതിയിലോട്ട് ഇത് ഉണ്ടാകുകയും ചെയ്തു. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ധാരണ, അതോടുകൂടി ഈ ട്രംപിനെ മാറ്റിയിട്ട് ട്രംപിനേക്കാളും ഭൂരിപക്ഷം ബൈഡന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേ പിന്നീട് ഈ പല റാലികളും, അതായത് ഇവിടെ പല കൺവെൻഷനൊക്കെ നടക്കുമ്പോഴും ഇസ്രായേൽ പോളിസിയിൽ ബൈഡനെ എതിർക്കുന്നവരാണ് ട്രംപിനെ അനുകൂലിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശയായിട്ടുള്ള കാര്യം. നിങ്ങൾക്കറിയാം, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ, അവർ വലിയൊരു കൺസോളിഡേറ്റഡ് ഗ്രൂപ്പാണ്. ട്രംപ് തന്നെ ബൈബിൾ പൊക്കിയിട്ട് ഞാനൊരു ക്രിസ്ത്യൻ ബിലീവറാണെന്ന് പറഞ്ഞൊരു റാലിയും ഒക്കെ അദ്ദേഹം നടത്തി. ഇപ്പോൾ ട്രംപിനെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻസ്, അതായത് ട്രംപിനെ, ഇസ്രായേലി ഇഷ്യൂവിന് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതായത് അതിനകത്ത് ഡെമോക്രാറ്റ്സിനകത്ത് പോലും ഇസ്രായേലിൻ്റെ നടപടി, അതായത് ബൈഡൻ കാണിക്കുന്ന തെറ്റാണെന്ന് പറയുന്ന ഇന്ത്യക്കാരും ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഡെമോക്രാറ്റ്സിനെയാണ്. അപ്പോൾ ഈ ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വരുന്നത് ഇസ്രായേൽ പോളിസിയിൽ. അവർ പറഞ്ഞത് ട്രംപിൻ്റെ ആ പോളിസിയാണ് കറക്റ്റ്. അതായത് ഹമാസ് എന്ന് പറയുന്നതും ഈ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന ആക്രമണം, അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ അമേരിക്ക ഇസ്രായേലിന് എല്ലാ സഹായം ചെയ്യണം എന്ന് തന്നെയാണ് ഡെമോക്രാറ്റ്സിലുള്ള ഇന്ത്യക്കാർ അവരുടെ ആവശ്യം. ഇതാണ് നമ്മൾ ഓരോ പോയിന്റുകളാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഡെമോക്രാറ്റ്സിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെയും, അതായത് ഇസ്രായേൽ പോളിസിയോട് ഈ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക്, അത് വോട്ടുള്ള ഇന്ത്യക്കാർക്ക് അവർക്ക് ട്രംപിനോടാണ് താല്പര്യം. ഇപ്പോൾ അമേരിക്കയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റുഡൻസ്,
അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ഏറ്റവും കൂടുതൽ ലിബറൽ രീതിയാണ്. അപ്പോൾ ട്രംപിൻ്റെ ചില പോളിസികൾ നിങ്ങൾക്കറിയാം, റിപ്പബ്ലിക്കൻ പാർട്ടിൻ്റെ പോളിസി അറിയാം, അബോർഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതിനെ ട്രംപിനെ എതിർക്കുന്നവരാണ്. പക്ഷേ അതിൽ വലിയൊരു ഭാഗം ട്രംപിൻ്റെ ഇസ്രായേൽ പോളിസിയെ അനുകൂലിക്കുന്നവരാണ്. ബൈഡനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ഡെമോക്രാറ്റ്സിനകത്ത് ഉണ്ടായേക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയാണ്. അത് ഞാൻ പറയുന്നത് ഒരു ഫാക്ടറല്ല, പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിലാണ് ഞാനൊരു ഏകദേശ രൂപം പലരോടും ചോദിച്ചപ്പോൾ മനസ്സിലാക്കി. അതായത് ഡെമോക്രാറ്റ്സുകൾ തന്നെ പറയുവാൻ തുടങ്ങി ട്രംപ് ആയിരിക്കും വിജയിക്കുന്നത്, കാരണം അയാളുടെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റും കൊള്ളാം. അതേപോലെ തന്നെ അവർ പറയുന്നത് ബൈഡൻ ഏറ്റവും നല്ല പൊളിറ്റീഷ്യനായിരുന്നു, ഏറ്റവും കഴിവുള്ള ആളായിരുന്നു, അദ്ദേഹത്തിന് 82 വയസ്സായി. പക്ഷേ 82 വയസ്സുള്ള ബൈഡൻ ഇപ്പോൾ പെരുമാറുന്നത് 92 വയസ്സുള്ള ഒരാളെ പോലെയാണ്. കാരണം പ്രായത്തേക്കാൾ കൂടുതലായി അയാളുടെ വീക്ക്നെസ്, ശാരീരികമായ പ്രശ്നം. അതുകൊണ്ടാണ് സ്റ്റംബിളിംഗ് ആയിട്ട് പല കാര്യങ്ങളും മറന്നു പോകുന്നു. പല ആളുകളും പറയുന്നത് ഇദ്ദേഹത്തിന് ഡെമൻഷ്യ ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, പല അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ വിഭാഗം ഡെമോക്രാറ്റ്സും പറയുന്നത് ബൈഡൻ മാറി നിൽക്കണം. വലിയൊരു വിഭാഗം, ചെറിയ വിഭാഗമല്ല. അപ്പം അതിനെപ്പറ്റി ഇപ്പം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്, ബൈഡന് കോവിഡ് പോസിറ്റീവാണ്. അതായത് ഇനി ഓഗസ്റ്റിൽ നടക്കുന്ന ഷിക്കാഗോ കൺവെൻഷനിലാണ് അവിടുത്തെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അവിടെ തീരുമാനം ഉണ്ടായാൽ തന്നെ പ്രൈമറിയിൽ ജയിച്ചു വന്ന ബൈഡൻ അദ്ദേഹം തന്നെ തീരുമാനിക്കണം, മാറണമെന്ന് വെച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതാണ് അടുത്ത സംഭവം. പിന്നെ ട്രംപ് വരുന്ന സമയത്ത് മറ്റ് പല ഇഷ്യൂകളും ഇന്ത്യക്കാർക്കുണ്ട്. അതാണ് എൻ്റെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് പറയാനുള്ളത്. അതായത് എമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഈ അവരുടെ ബന്ധുക്കളെ കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് സമ്മതിക്കുമോ, വളരെ കൺസർവേറ്റീവ്. കാരണം ട്രംപും അവരുടെ പാർട്ടിയും പൂർണ്ണമായിട്ട് എമിഗ്രേഷനെ എതിർക്കുന്നവരാണ്. അമേരിക്ക എന്ന് പറയുന്ന എമിഗ്രൻസിൻ്റെ നാടാണ്, പക്ഷേ ട്രംപും പാർട്ടിയും അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺ ഇന്ത്യക്കാർക്കുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ട്രംപിൻ്റെ പാർട്ടി വന്നു കഴിഞ്ഞാൽ റേസിസം കൂടും, ഇതും പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് ഇന്ത്യക്കാർ ട്രംപിനെ എതിർക്കുകയും ഒരു ഭാഗത്ത് എതിർക്കുകയും, പക്ഷേ ഈ പറയുന്ന ഇസ്രായേലി പോളിസി, അതേപോലെ തന്നെ ചൈനയുമായിട്ടുള്ള പോളിസി, പിന്നെ ഇന്ത്യയുമായിട്ടുള്ള പോളിസിയിൽ ട്രംപിനെ അനുകൂലിക്കുന്നവരാണ് ഇന്ത്യക്കാർ. അതാ പറയുന്നു, ഓരോ ഇഷ്യൂ ആണ് ഈ സംഭവം. അതേപോലെ തന്നെ ട്രംപിൻ്റെ ഈ ആൻറ്റി ജിഹാദ്, കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. കാരണം ബൈഡൻ്റെ സ്റ്റാൻഡ് അപ്പോഴും ക്ലിയർ അല്ല. അതിനെതിരെ ട്രംപ് ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഇവരുടെ ധാരണ. അതേപോലെ റഷ്യ ഉക്രൈൻ വാറിന് ട്രംപിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ആലോചിച്ച് നോക്കണം, ലോക രാജ്യങ്ങൾ ട്രംപ് വരുന്നതിനെ എതിർക്കുകയാണ്. നാറ്റോ രാജ്യങ്ങൾ, എന്താണ് നാറ്റോയുടെ ഭാവി എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ട്രംപ് കയറി വന്ന് യുണൈറ്റഡ് നേഷൻ്റെ 500 ബില്യൺ അവർക്ക് കൊടുക്കേണ്ട, അത് സസ്പെൻഡ് ചെയ്ത ആളാണ് ട്രംപ്. ഇപ്പം ട്രംപ് എന്ന് പറയുന്ന ആൾ മെൻ്റലി ആൾക്കാർക്ക്, പല ആൾക്കാരും പറയുന്ന ആൾ മെൻ്റലി എങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അൺപ്രഡിക്റ്റബിളാന്ന് പറയുന്നു. അതേപോലെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ചൈനയുമായിട്ടുള്ള വ്യാപാരം അതിന് 60% ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞേക്കുന്നത്, മറ്റുള്ള രാജ്യങ്ങൾക്ക് 10%. അത് ഇന്ത്യയും ബാധിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ വെർട്ടിക്കലും എടുത്ത് നോക്കുക. അപ്പം ട്രംപിൻ്റെ പോളിസിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പോളിസിയും ഇത് റിച്ചിനെയാണ് അല്ല മിഡിൽ ക്ലാസ്സിനെയാണ്, ഇതിനെ എങ്ങനെ ബാധിക്കാം, അതിൽ എല്ലാവർക്കും അപ്രിഹെൻഷനും ആശങ്കയുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ട്രംപ് ബൈഡൻ അങ്ങനല്ല. ഇവിടെയുള്ള ഇന്ത്യക്കാർക്കാണെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിലും ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ പോളിസീസ് ഇതിൽ ശരിക്കും ആശങ്കയുണ്ട്. ഇതെങ്ങനെയാണ് ഫർദർ അമേരിക്കയെ മുന്നോട്ട് നയിക്കുന്നത്, ഇതിലും ആശങ്കയുണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിന്റ് നമ്മൾ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ ട്രംപിന് ഭൂരിപക്ഷം കിട്ടും, യാതൊരു സംശയവുമില്ല. പക്ഷേ ട്രംപ് വന്നാലുള്ള ആശങ്ക പല ഇന്ത്യക്കാർക്കും ഉണ്ട്. അപ്പം അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്.